നെക്സ്റ്റ് നമുക്ക് നോക്കേണ്ടത് മാനേജ്മെന്റിന്റെ ഡെഫിനിഷൻ ആണ്. നമ്മളിവിടെ രണ്ട് ഡെഫിനിഷൻസ് ആണ് നോക്കുന്നത്. ഒന്ന് മേരി പാർക്കർ ഫോലറ്റിന്റെയും മറ്റേത് പീറ്റർ ഓഫ് ഡ്രക്കറിന്റെയും. മേരി പാർക്കർ ഫോലറ്റ് ഡിഫൈൻസ് മാനേജ്മെന്റ് ആസ് ദ ആർട്ട് ഓഫ് ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ പീപ്പിൾ. മറ്റുള്ളവരെ കൊണ്ട് കാര്യങ്ങൾ ചെയ്യിക്കുന്ന കലയെയാണ് മാനേജ്മെന്റ് എന്നാണ് മേരി പാർക്കർ ഫോലറ്റ് എന്ത് ചെയ്തേക്കുന്നത്, ഡിഫൈൻ ചെയ്തേക്കുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് പീറ്റർ ഓഫ് ഡ്രക്കറിന്റെ ഡെഫിനിഷൻ ആണ്. അക്കോർഡിംഗ് ടു പീറ്റർ ഓഫ് ഡ്രക്കർ, മാനേജ്മെന്റ് ഈസ് എ മൾട്ടിപർപ്പസ് ഓർഗൻ ദാറ്റ് മാനേജസ് എ ബിസിനസ്, മാനേജസ് മാനേജർ ആൻഡ് മാനേജസ് വർക്കർ ആൻഡ് വർക്ക്. പീറ്റർ ഓഫ് ഡ്രക്കറിനെ അനുസരിച്ചിട്ട് മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഒരു വിവിധോദ്ദേശ പ്രകാരമായിട്ടുള്ള ഒരു അവയവമാണ്. ഇത് ഒരു ബിസിനസ്സിനെ മാനേജ് ചെയ്യുന്നു, കൂടാതെ അതിലെ മാനേജേഴ്സിനെ മാനേജ് ചെയ്യുന്നു, അതോടൊപ്പം തന്നെ വർക്കറിനെയും അവരുടെ വർക്കിനെയും മാനേജ് ചെയ്യുന്നു. നെക്സ്റ്റ് നമുക്ക് നോക്കേണ്ടത് ഇമ്പോർട്ടൻസ് ഓഫ് മാനേജ്മെന്റ് ആണ്. മാനേജ്മെന്റ് കൊണ്ടുള്ള ഉപയോഗങ്ങൾ എന്തൊക്കെയാന്നുള്ളതാണ്. ഒന്നെന്ന് പറയുന്നത് മാനേജ്മെന്റ് ഫോക്കസ് ഓൺ എഫിഷ്യൻസി ആൻഡ് എഫക്റ്റീവ്നെസ്. മാനേജ്മെന്റ് എപ്പോഴും നോക്കുന്നത് അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിന്റെ അല്ലെങ്കിൽ ഓരോരുത്തരുടെയും കഴിവിനെയും അവരുടെ കാര്യപ്രാപ്തിയെയും ആയിരിക്കും. നെക്സ്റ്റ് എന്ന് പറയുന്നത് ബ്രിങ്സ് ഓർഡർ ഇൻ ആൻ ഓർഗനൈസേഷൻ. മാനേജ്മെന്റ് എപ്പോഴും ഒരു സ്ഥാപനത്തിൽ ഒരു ഘടനയോ അല്ലെങ്കിൽ ഒരു ക്രമമോ കൊണ്ടുവരാൻ എന്ത് ചെയ്യും, ശ്രമിക്കുന്നതാണ് അല്ലെങ്കിൽ കൊണ്ടുവരുന്നതാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് ആണ്. മാനേജ്മെന്റ് എപ്പോഴും ആ ഒരു സ്ഥാപനത്തിന്റെ നന്മയ്ക്കായി അല്ലെങ്കിൽ സ്ഥാപനത്തിന് വേണ്ടി അവിടെയുള്ള വിഭവങ്ങളെ ക്രിയാത്മകമായി ഉപയോഗിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്നതായിരിക്കും. നെക്സ്റ്റ് എന്ന് പറയുന്നത് മീറ്റ് ദ ചലഞ്ചസ് ഓഫ് ചേഞ്ച് ആണ്. നമ്മുടെ എൻവയോൺമെന്റ് അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ് എൻവയോൺമെന്റ് എപ്പോഴും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പം മാനേജ്മെന്റ് എപ്പോഴും ആ ഒരു സ്ഥാപനത്തിനെ ഈ ഒരു ചേഞ്ചസിനെ അഭിമുഖീകരിക്കുന്നതിന് വേണ്ടി കാര്യപ്രാപ്തിയുള്ള രീതിയിലേക്ക് കൊണ്ടുവരുന്നതായിരിക്കും. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഡിറ്റർമിനേഷൻ ഓഫ് ഒബ്ജക്റ്റീവ് ആണ്. ഏതൊരു സ്ഥാപനത്തിനും അതിന്റെ ലക്ഷ്യമാണ് അല്ലെങ്കിൽ അതിന്റെ ഉദ്ദേശമാണ് ആദ്യം എന്ത് ചെയ്യേണ്ടത്, ഫിക്സ് ചെയ്യേണ്ടത്. മാനേജ്മെന്റ് ഇല്ല എങ്കിൽ ഒരു സ്ഥാപനത്തിന് ഒരു ഉദ്ദേശ ലക്ഷ്യം ഉണ്ടാകത്തില്ല. അപ്പോൾ മാനേജ്മെന്റ് എപ്പോഴും അവർക്കൊരു ലക്ഷ്യം അല്ലെങ്കിൽ ഉദ്ദേശ ലക്ഷ്യം ഫിക്സ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യും, ഹെൽപ്പ് ചെയ്യും. നെക്സ്റ്റ് എന്ന് പറയുന്നത് എക്കണോമിക് ഗ്രോത്ത് ആണ്. മാനേജ്മെന്റ് എപ്പോഴും അവിടുത്തെ വിഭവങ്ങളെ എഫക്റ്റീവായിട്ട് അല്ലെങ്കിൽ ക്രിയാത്മകമായി ഉപയോഗിക്കുന്നത് കൊണ്ട് അവർക്ക് ഒരു സാമ്പത്തികമായ ഒരു മുന്നേറ്റം അല്ലെങ്കിൽ സാമ്പത്തികമായ ഒരു ഉയർച്ച കൊണ്ടുവരാനായിട്ട് മാനേജ്മെന്റ് അല്ലെങ്കിൽ ആ ഒരു സ്ഥാപനത്തിന് സാമ്പത്തികമായ ഒരു ഉയർച്ച കൊണ്ടുവരാനായിട്ട് ആര് ഹെൽപ്പ് ചെയ്യും, മാനേജ്മെന്റ് ഹെൽപ്പ് ചെയ്യും. നെക്സ്റ്റ് എന്ന് പറയുന്നത് അച്ചീവ്മെന്റ് ഓഫ് ഗ്രൂപ്പ് ഗോൾസ് ആണ്. എപ്പോഴും ഓരോ വ്യക്തികൾക്കും അല്ലെങ്കിൽ ആ സ്ഥാപനത്തിലുള്ള വർക്കേഴ്സിന് സ്വന്തം ലക്ഷ്യങ്ങൾ സഫലമാക്കുന്നതിനോടൊപ്പം തന്നെ ആ ഒരു ഓർഗനൈസേഷന്റെ അല്ലെങ്കിൽ ആ ഒരു സ്ഥാപനത്തിന്റെ ലക്ഷ്യം കൂടി സഫലമാക്കുന്നതിന് വേണ്ടി ആൾക്കാരെ ഒരുമിപ്പിച്ച് കൊണ്ടുപോകും. സ്വന്തം ലക്ഷ്യം എന്ന് പറയുന്നത് ജോലി ചെയ്യുക, പൈസ നേടുക. ജോലി ചെയ്യുമ്പോൾ സ്ഥാപനത്തിന് വേണ്ടി ജോലി ചെയ്യുന്നു, അതോടൊപ്പം സ്ഥാപനത്തിനെ ലാഭത്തിലേക്ക് കൊണ്ടുപോവുക എന്നുള്ള ഗ്രൂപ്പ് ഗോളും അച്ചീവ് ചെയ്യാനായിട്ട് ആരെ ഹെൽപ്പ് ചെയ്യും, നമ്മുടെ മാനേജ്മെന്റ് ഹെൽപ്പ് ചെയ്യും. നെക്സ്റ്റ് എന്ന് പറയുന്നത് സ്റ്റെബിലിറ്റി ആണ്. ഒരു സ്ഥാപനത്തിൽ പല വകുപ്പുകൾ ഉണ്ടാകും. ഈ വകുപ്പുകളെല്ലാം ഏകീകരിച്ചുകൊണ്ട് ഒരു സ്ഥാപനത്തിന്റെ ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നത് കൊണ്ട് ആ സ്ഥാപനത്തിൽ ഒരു കെട്ടുറപ്പ് അല്ലെങ്കിൽ ഒരു സ്റ്റെബിലിറ്റി കൊണ്ടുവരാനായിട്ട് മാനേജ്മെന്റിന് എന്ത് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ മാനേജ്മെന്റ് ഹെൽപ്പ് ചെയ്യും. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഹ്യൂമൻ ഡെവലപ്മെന്റ് ആണ്. മാനേജ്മെന്റ് എപ്പോഴും അവരുടെ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാനായിരിക്കും നോക്കുന്നത്. അതായത് അവരുടെ റിസോഴ്സസിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാനായിരിക്കും നോക്കുന്നത്. അപ്പോൾ അവരുടെ ഒരു റിസോഴ്സ് ആയിട്ടുള്ള ഹ്യൂമൻ റിസോഴ്സസിനെ അവർ മാക്സിമം യൂസ് ചെയ്യുന്നതിന് വേണ്ടി അവരുടെ സ്കിൽസിനെയും അവരുടെ ടാലൻസിനെയും ഡെവലപ്പ് ചെയ്യാനായിട്ട് ആര് ശ്രമിക്കും, മാനേജ്മെന്റ് ശ്രമിക്കും. അതിലൂടെ ഹ്യൂമൻ ഡെവലപ്മെന്റ് എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്നതാണ്. നെക്സ്റ്റ് ടോപ്പിക്കാണ് എഫക്റ്റീവ് മാനേജ്മെന്റ്. അപ്പോൾ മാനേജ്മെന്റ് എത്രത്തോളം ഒരു സ്ഥാപനത്തിന് ഇമ്പോർട്ടൻ്റ് ആണ്, അല്ലെങ്കിൽ എന്താണ് മാനേജ്മെന്റ്, അതൊരു സ്ഥാപനത്തിന് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് മുന്നേ ഉള്ള ടോപ്പിക്കിൽ നമ്മൾ എന്ത് ചെയ്തിരുന്നു, പറഞ്ഞിരുന്നു. ഏതൊരു സ്ഥാപനത്തിനും ഒരു മാനേജ്മെന്റ് ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ മാനേജ്മെന്റ് ഉണ്ടായത് കൊണ്ട് മാത്രം കാര്യമില്ല, അത് എഫക്റ്റീവ് ആയിട്ടുള്ളൊരു മാനേജ്മെന്റ് കൂടി ആയിരിക്കണം. അല്ലെങ്കിൽ ഫലപ്രദമായ അല്ലെങ്കിൽ ഒരു ക്രിയാത്മകമായ ഒരു മാനേജ്മെന്റ് കൂടി ആയിരിക്കണം. എന്നാൽ മാത്രമേ ആ സ്ഥാപനത്തിന് എന്തുള്ളൂ, ഉപയോഗമുള്ളൂ. അപ്പോൾ ഈ ടോപ്പിക്കിൽ നമ്മൾ പറയുന്നത് എന്താണ് ഒരു ക്രിയാത്മകമായ മാനേജ്മെന്റ് എന്നുള്ളതാണ്. നമുക്ക് അതിന്റെ എഫക്റ്റീവ് മാനേജ്മെന്റ് എന്താണെന്നുള്ളതിന്റെ മീനിങ് നോക്കാം. എഫക്റ്റീവ് മാനേജ്മെന്റ്
is the ability of a manager to achieve the desired goal of an organization by applying his skills and abilities in guiding and directing the subordinates under him. എഫക്റ്റീവ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഒരു മാനേജറിന്റെ കഴിവാണ്. അയാളുടെ കഴിവ് കൊണ്ട് അയാളുടെ കീഴിലുള്ള ഉദ്യോഗസ്ഥരെ എന്ത് ചെയ്യുന്നു? ഗൈഡ് ചെയ്യുകയും ഡയറക്റ്റ് ചെയ്യുകയും ചെയ്തിട്ട് ഓർഗനൈസേഷന്റെ ഗോൾസ് അല്ലെങ്കിൽ ഓർഗനൈസേഷൻസിന്റെ ലക്ഷ്യങ്ങൾ എന്ത് ചെയ്യുന്നു? സാധൂകരിക്കുന്നു അല്ലെങ്കിൽ അച്ചീവ് ചെയ്യുന്നു. അതിനെയാണ് നമുക്ക് എന്തെന്ന് പറയാൻ പറ്റുന്നത്? എഫക്റ്റീവ് മാനേജ്മെന്റ് എന്ന് പറയാൻ പറ്റുന്നത്. അപ്പോൾ എഫക്റ്റീവ് മാനേജ്മെന്റ് is the ability of a manager to achieve the desired goals of an organization by applying his skills and abilities in guiding and directing the subordinates under him. നെക്സ്റ്റ് എന്ന് പറയുന്നത് എഫക്റ്റീവ് മാനേജ്മെന്റിന്റെ ഡെഫിനിഷൻ ആണ്. Effective management can be defined as the success level that a manager reaches and the competitive edge that his organization gains against rival organizations by applying his managerial ability, styles, and skills in guiding, directing the subordinates under him and developing effective communication system within the organization. നമുക്ക് എഫക്റ്റീവ് മാനേജ്മെന്റിനെ ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നത് ഒരു മാനേജർ അച്ചീവ് ചെയ്യുന്ന ഒരു സക്സസ് ലെവലാണ് എന്തെന്ന് പറയുന്നത് എഫക്റ്റീവ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഈ സക്സസ് ലെവൽ അച്ചീവ് ചെയ്യുമ്പോൾ അയാളുടെ സ്ഥാപനത്തിന് കോമ്പറ്റീറ്റേഴ്സുമായിട്ട് ഒരു കോമ്പറ്റീറ്റീവ് എഡ്ജ് അല്ലെങ്കിൽ ഒരു മുൻതൂക്കം ലഭിക്കുന്നു. ഈ മുൻതൂക്കം ലഭിക്കുന്നത് അയാളുടെ മാനേജീരിയൽ എബിലിറ്റി അല്ലെങ്കിൽ ആൾക്കാരെ മാനേജ് ചെയ്യാനുള്ള കഴിവ് അല്ലെങ്കിൽ അയാളുടെ മാനേജ് ചെയ്യുന്ന സ്റ്റൈല് അല്ലെങ്കിൽ അയാളുടെ സബോർഡിനേറ്റ്സിനെ ഗൈഡ് ചെയ്യാനുള്ള കഴിവ് അല്ലെങ്കിൽ ഡയറക്റ്റ് ചെയ്യാനുള്ള കഴിവ് അല്ലെങ്കിൽ അവിടെ ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന കഴിവിലൂടെയാണ്. The success level that a manager reaches and the competitive edge that his organization gains against rival organization by applying his managerial ability, style and skills in guiding, directing the subordinates under him and developing effective communication system within the organization. ഇതാണ് എഫക്റ്റീവ് മാനേജ്മെന്റിന്റെ ഡെഫിനിഷൻ ആയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും. നെക്സ്റ്റ് എന്ന് പറയുന്നത് എലമെന്റ്സ് ഓഫ് മാനേജീരിയൽ എഫക്റ്റീവ്നെസ് ആണ്. മാനേജീരിയൽ എഫക്റ്റീവ്നെസ് എന്നും എഫക്റ്റീവ് മാനേജ്മെന്റ് എന്നും പറയുന്നത് സെയിം തന്നെയാണ്. എലമെന്റ്സ് ഓഫ് മാനേജീരിയൽ എഫക്റ്റീവ്നെസ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് 3 എണ്ണമാണ്. അല്ലെങ്കിൽ ഒരു മാനേജ്മെന്റിന്റെ എഫക്റ്റീവ്നെസ്സിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ 3 എണ്ണമാണ്. ഒന്നെന്ന് പറയുന്നത് ദ മാനേജർ ഇറ്റ് സെൽഫ്. The effectiveness of the management depends on the effectiveness of the manager, and the effectiveness of the manager depends upon his own personality traits and style. Effective manager tends to be decisive, well informed, energetic, creative, foresighted and intelligent. ഒരു എഫക്റ്റീവ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഒരു മാനേജറിന്റെ എഫക്റ്റീവ്നെസ്സിലാണ് ആശ്രയിക്കുന്നത്. ഒരു മാനേജറിന്റെ എഫക്റ്റീവ്നെസ് എന്ന് പറയുന്നത് അയാളുടെ പേഴ്സണൽ ആയിട്ടുള്ള സ്വഭാവത്തിനെയും ശൈലിയെയും ബേസ് ചെയ്തിട്ടായിരിക്കും. അല്ലെങ്കിൽ അയാളുടെ പേഴ്സണാലിറ്റി ട്രൈറ്റ്സിനെയും അയാളുടെ സ്റ്റൈലിനെയും ബേസ് ചെയ്തിട്ടായിരിക്കും. ഒരു എഫക്റ്റീവ് മാനേജർ എപ്പോഴും കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ആളും എല്ലാ കാര്യങ്ങളെക്കുറിച്ച് അറിവുള്ള ആളും എനർജറ്റിക് ആയിട്ടുള്ള ഒരാളും ക്രിയേറ്റീവ് ആയിട്ടുള്ള ആളും റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആളും ഫോർസൈറ്റഡ് ആയിട്ടുള്ള ആളുമായിരിക്കും. കാര്യങ്ങളെ മുൻകൂട്ടി വീക്ഷിക്കുന്ന ആളുമായിരിക്കും. നെക്സ്റ്റ് എലമെന്റ് എന്ന് പറയുന്നത് ദ ഓർഗനൈസേഷൻ ആണ്. ഒരു സ്ഥാപനവും ഈ ഒരു മാനേജീരിയൽ എഫക്റ്റീവ്നെസ്സിന്റെ ഒരു ഘടകമാണ്. ദ വാല്യൂ സിസ്റ്റം, culture and goal of the organization serve as the framework within which a manager has to operate. ഒരു സ്ഥാപനത്തിന്റെ കൾച്ചറും അവിടുത്തെ ആ ഒരു വാല്യൂ സിസ്റ്റവും ആ ഒരു മാനേജറിന്റെ
ഫ്രെയിംവർക്ക് ആയിട്ട് അല്ലെങ്കിൽ ഒരു അതിർവരമ്പായിട്ട് നിലനിൽക്കുന്നതാണ്. ഒരു സ്റ്റഡീസ് പറയുന്നത് എപ്പോഴും ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ഒരു യങ് എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ ഒരു പുതിയ തലമുറയിൽപ്പെട്ട ഒരു ആള് എപ്പോഴും കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആളായിരിക്കും. അവിടുത്തെ ആ ഓർഗനൈസേഷൻ കൾച്ചർ അതിനെ അനുവദിക്കുന്നില്ല എങ്കിൽ അയാളുടെ പെർഫോമൻസ് ചെയ്യാൻ അല്ലെങ്കിൽ ആ ഒരു പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ള ആ ഒരു കാര്യത്തെ നിരുത്സാഹപ്പെടുത്തുകയും ആ സ്ഥാപനത്തെ ഉപേക്ഷിച്ചു പോവാൻ അയാള് നിർബന്ധിതമാവുകയും ചെയ്യുന്നതായിരിക്കും. അതായത് ആ ഒരു ഓർഗനൈസേഷന്റെ കൾച്ചർ അല്ലെങ്കിൽ അവരുടെ ആ ഒരു സിസ്റ്റം അനുസരിച്ച് കൂടി മാത്രമേ മാനേജറിന് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ആ ഒരു ഓർഗനൈസേഷൻ എന്ന് പറയുന്ന എലമെന്റും മാനേജീരിയൽ എഫക്റ്റീവ്നെസ്സിനെ സ്വാധീനിക്കുന്ന ഘടകമാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ദ എൻവയോൺമെന്റ്. നമ്മുടെ ചുറ്റുപാടിനെയാണ് നമുക്ക് എൻവയോൺമെന്റ് എന്ന് പറയാൻ പറ്റുന്നത്. എൻവയോൺമെന്റ് എന്ന് പറയുന്നത് ഒരു മാനേജീരിയൽ സക്സസിനെ അഫക്റ്റ് ചെയ്യുന്ന മെയിൻ ഫാക്ടറാണ്. എപ്പോഴും ഒരു സ്ഥാപനത്തിന്റെ മുന്നോട്ട് പോക്കെന്ന് പറയുന്നത് ആ ഒരു പരിസ്ഥിതിയിൽ വരുന്ന അല്ലെങ്കിൽ അതിന്റെ ചുറ്റുപാടുകളിൽ വരുന്ന ചേഞ്ചസിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. ഏതൊരു കമ്പനിയെയും ആ ഒരു പ്രദേശത്ത് നടക്കുന്ന പൊളിറ്റിക്കൽ ചേഞ്ചസോ സോഷ്യൽ ചേഞ്ചസോ ഒക്കെ എന്ത് ചെയ്യുന്നതാണ്, അഫക്റ്റ് ചെയ്യുന്നതാണ്. അതിനൊരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്, ഇവിടെ കൊക്കോകോള ഫാക്ടറി നടന്നിരുന്നു. ആൾക്കാരുടെ എതിർപ്പ് കാരണം അല്ലെങ്കിൽ സോഷ്യൽ ആയിട്ടുള്ള ആ ഒരു എതിർപ്പ് കാരണം അവർക്ക് എന്ത് ചെയ്യേണ്ടി വന്നു, പൂട്ടി പോകേണ്ടി വന്നു. മാനേജർ എത്ര എഫക്റ്റീവ് ആയതുകൊണ്ടോ ഓർഗനൈസേഷൻ എത്ര കൾച്ചർ ഉള്ളത് കൊണ്ടോ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റിയില്ല, വർക്ക് ചെയ്യാൻ പറ്റിയില്ല. എൻവയോൺമെന്റ് എന്ത് ചെയ്തില്ല, സഹായിച്ചില്ല. അതുപോലെ നമുക്ക് പറയാൻ പറ്റുന്നതാണ് പൊളിറ്റിക്കൽ ചേഞ്ചസ്. പൊളിറ്റിക്കൽ ചേഞ്ചസ് വന്നപ്പോൾ അല്ലെങ്കിൽ ഓരോ പാർട്ടിയുടെയും നയങ്ങൾ ഡിഫറെന്റ് ആയിരിക്കും. ആ നയങ്ങൾ അനുസരിച്ചിട്ട് പൂട്ടിപ്പോയ ഒരുപാട് കമ്പനീസ് എന്തുണ്ട്, ഇന്ത്യയിൽ ഉണ്ട്. അപ്പോൾ മാനേജീരിയൽ എഫക്റ്റീവ്നെസ്സിനെ സ്വാധീനിക്കുന്ന 3 ഘടകങ്ങളാണ്. ഒന്നെന്ന് പറയുന്നത് മാനേജർ, നെക്സ്റ്റ് എന്ന് പറയുന്നത് ഓർഗനൈസേഷൻ, മൂന്നെന്ന് പറയുന്നത് ദ എൻവയോൺമെന്റ്. ഈ 3 ഘടകങ്ങളെയും ആശ്രയിച്ചിരിക്കും ഒരു മാനേജീരിയൽ എഫക്റ്റീവ്നെസ് എന്ന് പറയുന്നത്. അപ്പോൾ മാനേജീരിയൽ എഫക്റ്റീവ്നെസ്സിന്റെ ഘടകങ്ങൾ പറഞ്ഞപ്പോൾ നമ്മൾ ദ മാനേജറിനെ പറ്റി പറഞ്ഞു. ആ മാനേജറിന്റെ സ്റ്റൈലിനെ ബേസ് ചെയ്തിട്ടാണ് മാനേജീരിയൽ എഫക്റ്റീവ്നെസ് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് നോക്കാവുന്നത് എന്തൊക്കെയാണ് ഒരു എഫക്റ്റീവ് മാനേജറിന്റെ സ്റ്റൈൽസ് എന്നുള്ളതാണ്. സ്റ്റൈൽസ് ഓഫ് എഫക്റ്റീവ് മാനേജർ. ഒരു എഫക്റ്റീവ് മാനേജർ നടപ്പാക്കുന്ന ഏത് രീതിയിലുള്ള ശൈലികളാണ് എന്നുള്ളതാണ് നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത്. ഒന്നെന്ന് പറയുന്നത് എംപവർമെന്റ് സ്റ്റൈൽ. Empowerment style refers to delegating the decision-making authority regarding the action to be taken on a task that is considered to be important to both the manager and the employee. Empowerment എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുമതലകൾ കൊടുക്കുക അല്ലെങ്കിൽ മെച്ചപ്പെടുത്തുക എന്നൊക്കെയാണ് എംപവർമെന്റ് എന്ന് പറയുന്നതിന്റെ വേർഡിന്റെ മലയാളം മീനിങ് എന്ന് പറയുന്നത്. അപ്പോൾ എംപവർമെന്റ് സ്റ്റൈൽ എന്ന് പറയുന്നത് മാനേജർ അയാളുടെ ഡിസിഷൻ മേക്കിംഗ് അതോറിറ്റി ആർക്ക് അസൈൻ ചെയ്ത് കൊടുക്കും, അയാളുടെ എംപ്ലോയിക്ക് അസൈൻ ചെയ്ത് കൊടുക്കും. എന്തിനേക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഡിസിഷൻസ് എടുക്കുന്നതിനുള്ള അധികാരം അയാളുടെ എംപ്ലോയീസിന് എന്ത് ചെയ്ത് കൊടുക്കും, ചുമതലപ്പെടുത്തി കൊടുക്കും. അങ്ങനെ ചുമതലപ്പെടുത്തി കൊടുക്കുന്ന ശൈലിയാണ് നമുക്ക് എന്തെന്ന് പറയാൻ പറ്റുന്നത്, എംപവർമെന്റ് സ്റ്റൈൽ എന്ന് പറയാൻ പറ്റുന്നത്. അപ്പോൾ എംപ്ലോയിക്ക് ഒരു തോന്നലുണ്ടാകും, മാനേജർ നമ്മളെ എന്ത് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ നമുക്ക് റെസ്പോൺസിബിലിറ്റീസ് തരുന്നുണ്ട്. അപ്പോൾ ആ മാനേജറിന് കൂടെ നിന്ന് വർക്ക് ചെയ്യുക അല്ലെങ്കിൽ അയാൾക്ക് വേണ്ടി വർക്ക് ചെയ്യുക എന്നൊരു തോന്നൽ ആർക്ക് വരും, എംപ്ലോയീസിന് വരും. ചുമതലകൾ കിട്ടുമ്പോൾ ആളുകൾ കൂടുതൽ എന്ത് ചെയ്യും, എഫക്റ്റീവായിട്ട് അല്ലെങ്കിൽ കൂടുതൽ കാര്യക്ഷമമായിട്ട് എന്ത് ചെയ്യും, വർക്ക് ചെയ്യാൻ ശ്രമിക്കും. നെക്സ്റ്റ് എന്ന് പറയുന്നത് പാർട്ടിസിപ്പേഷൻ സ്റ്റൈൽ ആണ്. പാർട്ടിസിപ്പേഷൻ സ്റ്റൈൽ എന്ന് പറയുന്നത് പാർട്ടിസിപ്പേഷൻ സ്റ്റൈൽ റെഫേഴ്സ് ടു ദ സ്റ്റൈൽ ഓഫ് ഷെയറിംഗ് ഇൻഫർമേഷൻ വിത്ത് എംപ്ലോയീസ് ആൻഡ് ഇൻവോൾവിംഗ് ദം ഇൻ ഡിസിഷൻ മേക്കിംഗ്. എംപ്ലോയീസിനെ കൂടി കാര്യങ്ങൾ ഡിസൈഡ് ചെയ്യുന്നതിൽ ഇൻവോൾവ് ചെയ്യിക്കും, അതായത് പാർട്ടിസിപ്പേറ്റ് ചെയ്യിക്കും. ആ ഒരു സ്റ്റൈലിനെയാണ് നമുക്ക് എന്തെന്ന് പറയുന്നത്, പാർട്ടിസിപ്പേഷൻ സ്റ്റൈൽ എന്ന് പറയാൻ പറ്റുന്നത്. എംപ്ലോയീസിനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതിനോടൊപ്പം നമ്മുടെ ഓർഗനൈസേഷന്റെ അല്ലെങ്കിൽ നമ്മുടെ സ്ഥാപനത്തിന്റെ താഴെ തട്ടിലുള്ള പ്രശ്നങ്ങൾ നമുക്ക് മനസ്സിലാക്കുകയും അതനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാനും പറ്റും, ഡിസിഷൻസ് എടുക്കാൻ പറ്റുകയും ചെയ്യും. എന്നാൽ ഈ ഒരു സ്റ്റൈൽ എന്ന് പറയുന്നത് എല്ലാ രീതിയിലുള്ള മാനേജ്മെന്റിലും അല്ലെങ്കിൽ മാനേജ്മെന്റിന്റെ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിന്റെ എല്ലാ ലെവൽസിലും അല്ലെങ്കിൽ എല്ലാ സ്റ്റേജസിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, അഡോപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല.
ചിലപ്പോൾ എംപ്ലോയീസിന് ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ സ്കില്ലോ അല്ലെങ്കിൽ ഒരു പ്രോപ്പർ ടെക്നിക്കൽ ബാക്ക്ഗ്രൗണ്ടോ ഉണ്ടെങ്കിൽ മാത്രമേ അവരെ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഡിസിഷൻ മേക്കിങ്ങിനകത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലാത്തപ്പോൾ അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്കിൽസോ ഇന്റലിജൻസോ ഒന്നും എംപ്ലോയീസിന് ഇല്ല എങ്കിൽ അവർ പറയുന്ന സജഷൻസോ അല്ലെങ്കിൽ അവരുടെ പാർട്ടിസിപ്പേഷൻ കൊണ്ടോ നമുക്ക് യാതൊരു ഉപയോഗവും ഉണ്ടാവണമെന്നില്ല. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഗൈഡൻസ് സ്റ്റൈലാണ്. ഗൈഡൻസ് സ്റ്റൈൽ റെഫേഴ്സ് ടു ദ സ്റ്റൈൽ ഓഫ് ഫങ്ഷനിങ് ഇൻ വിച്ച് മാനേജർ ആക്ട് ആസ് എ മെന്റർ ടു ഹിസ് എംപ്ലോയീസ്. ഗൈഡൻസ് സ്റ്റൈലില് മാനേജർ അയാളുടെ എംപ്ലോയീസിനെ എന്ത് ചെയ്യത്തേ ഉള്ളൂ, ഗൈഡ് ചെയ്യത്തേ ഉള്ളൂ. അവരുടെ ഗോൾസ് എന്താണെന്ന് അയാൾ എന്ത് ചെയ്ത് കൊടുക്കും, പറഞ്ഞു കൊടുക്കും. അത് അറ്റൈൻ ചെയ്യുന്നതിലേക്ക് ആൾക്കാരെ അയാൾ എന്ത് ചെയ്യും, ഗൈഡ് ചെയ്യും. ഇപ്പോൾ ഇന്ത്യൻ ടീമിന്റെ കോച്ച് എന്ന് പറയുന്ന ഒരാൾ, അയാൾ ആൾക്കാരെ ഗൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്, അല്ലാതെ അയാൾ ഇറങ്ങി കളിക്കത്തില്ല, അല്ലെങ്കിൽ ആ മാച്ചിനകത്ത് അയാൾ എന്ത് ചെയ്യത്തില്ല, പാർട്ടിസിപ്പേറ്റ് ചെയ്യത്തില്ല. എംപ്ലോയീസിന് ഇന്നത് ചെയ്യണമെന്ന് പറഞ്ഞു കൊടുക്കും, എന്നിട്ട് അവരെ അതിലേക്ക് എന്ത് ചെയ്യും, ആ ഒരു ഗോളിലേക്ക് അവരെ എന്ത് ചെയ്യും, നയിക്കും. അത്രമാത്രമായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ മാർഗനിർദ്ദേശങ്ങൾ നൽകുക മാത്രമായിരിക്കും ആര് ചെയ്യുന്നത്, ഒരു മാനേജർ ചെയ്യുന്നത്. അപ്പോൾ ഈ 3 രീതിയിലുള്ള സ്റ്റൈൽസ് ആണ് ഒരു എഫക്റ്റീവ് മാനേജേഴ്സ് എന്ത് ചെയ്യുന്നത്, അഡോപ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ 3 രീതിയിലുള്ള ഏതെങ്കിലും ഒരു സ്റ്റൈൽ ആയിരിക്കാം ചിലപ്പോൾ എഫക്റ്റീവ് മാനേജർ അഡോപ്റ്റ് ചെയ്യുന്നത്. അല്ല എങ്കിൽ ചിലപ്പോൾ ഈ 3 സ്റ്റൈലും അയാൾ എന്ത് ചെയ്യുന്നുണ്ടാകാം, അഡോപ്റ്റ് ചെയ്യുന്നുണ്ടാകാം.